ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാംവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാംവിദംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. താപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः. हरे कृष्णा. അപ്പോ അടുത്ത ആഴ്ചക്ക് വൈഹാട്ടിയാണത്. അധ്യായം 2 14 ശ്ലോകം. മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദ ആഗമപ്പായിനോ നിത്യസ് താം തിദിക്ഷസ്വ ഭാരത. മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദ ആഗമപ്പായിനോ നിത്യസ് താം തിദിക്ഷസ്വ ഭാരത. യസുജി മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖ ദുഃഖദ ആഗമാപായിനോ നിത്യ സ്ഥാം സ്ഥിതിക്ഷസ്വ ഭാരത. ഹരേ കൃഷ്ണ. ഹരി ബോൾ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവായ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണാസു ദുഃഖദ ആഗമപായിനോ അനിത്യാസ്താം തിദിക്ഷസ്വ ഭാരത. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ആൻഡ് ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദ ആഗമാപായിനോ അനിത്യാസ്തം സ്ഥിതിർഷസ്വ ഭാരത. ഹരേ കൃഷ്ണ. മംഗള മാതാജി. ഹരേ കൃഷ്ണ. പ്രഭുജി പ്രണാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദ ആഗമാപായിനോ അനിത്യാസ്താം സ്ഥിതിക്ഷസ്വ ഭാരത. ഞാൻ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ. കീർത്തനം ദിവ്യപൂജ ശ്രീമദ് ദേസി ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ. ജയ ശീല പ്രഭുപാദ്. ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിൻ്റെയും വേനൽക്കാലത്തിൻ്റെയും ഗതിവിഗതികൾ പോലെയത്രേ. ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. ഹരേ കൃഷ്ണ. Very good. O son of Kunti, the non-permanent appearance of happiness and distress and their disappearance in due course are like the appearance and disappearance of winter and summer seasons. They arise from sense perception, O son of Bharata, and one must learn to tolerate them without being disturbed. ഭഗവാൻ അർജുനോട് പറയുന്നു, എന്താണ് പറയുന്നത്? ദ നോൺ പെർമനന്റ് അപ്പിയറൻസ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രെസ്. അതായത് നമ്മൾ ഈ ഭൗതികലോകത്തിൽ അനുഭവിക്കുന്ന ദുഃഖവും സുഖവും നോൺ പെർമനന്റ് ആണ്.
അത് ഈ കാലയളവിൽ മാത്രം അനുഭവിക്കുന്നതാണ്. ഈ ശരീരം എത്രത്തോളം കാലം ഉണ്ടോ അത്രത്തോളം കാലം അത് വന്നും പോയും കൊണ്ടിരിക്കും. നോൺ പെർമനന്റ്. ഒരു സുഖം നമുക്കൊരു 10 മിനിറ്റ് കിട്ടിയാൽ അത് 15ാമത്തെ മിനിറ്റിൽ ഉണ്ടാവില്ല. അതുപോലെ ദുഃഖം അതേപോലെ തന്നെ. സമയം എല്ലാത്തിനെയും നശിപ്പിക്കും. കാലോസ്മ്യഹം അല്ലെ, ഭഗവാൻ പറയുന്നത് ഞാൻ കാലമാണ്. കാലം എന്താണ് ചെയ്യുന്നത്? ഡിസ്ട്രക്ഷൻ, നശിപ്പിക്കല്. പതുക്കെ പതുക്കെ അതിന്റെ ഇന്റൻസിറ്റി. എനിക്കിന്നൊരു അടി കിട്ടിയാൽ അതിന്റെ വേദന ഇപ്പൊ അനുഭവിക്കുന്നത് പോലെ 1 മണിക്കൂർ ശേഷം അല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരില്ല. എല്ലാം അത് ഫെയ്ഡ് അവേ. അത് ക്ഷയിക്കും, നശിക്കും. അതാണ് കാലം. അതേപോലെ നമ്മളുടെ സുഖവും ദുഃഖവും രണ്ടും അത് നശിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഒരു 10 വർഷം മുമ്പ് എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്നും ഓർമ്മ വരില്ല. അത്രയും ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് അത് ഓർമ്മയിൽ നിൽക്കും. ചില കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതാണ് ഭഗവാന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. ഭഗവാൻ നമുക്ക് ജ്ഞാനവും ഓർമ്മയും മറവിയും ഒരുമിച്ച് തരുന്നു. ജ്ഞാനം മാത്രമല്ല, ഓർമ്മയും തരുന്നുണ്ട്, മറവിയും തരുന്നുണ്ട്. എല്ലാം വേണം. എല്ലാം നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ആരായിരുന്നു, എന്തായിരുന്നു, ആരായിരുന്നു നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കളെ, ബന്ധുക്കൾ, അതൊക്കെ അവരുടെ ഇടയിലുണ്ടായിട്ടുള്ള നമ്മളുടെ വഴക്കും പ്രശ്നങ്ങളും ഇതൊക്കെ നമ്മൾ ഓർക്കാൻ നിന്നാൽ, നമുക്ക് ഓർമ്മ തരികയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ മനുഷ്യരായിരുന്നോ, മൃഗമായിരുന്നോ, പക്ഷിയായിരുന്നോ, കൃമികീടങ്ങളായിരുന്നോ, ഒന്നും നമുക്ക് ഓർമ്മയില്ല. അപ്പോ മറവി എന്നുള്ളത് ഭഗവാന്റെ ശരി അനുഗ്രഹമാണ്. എത്ര നന്നായിട്ടാണ് ഭഗവാൻ വേണ്ടുന്ന സമയത്ത് നമുക്ക് ഓർമ്മയും മറവിയും ഇതെല്ലാം തരുന്നല്ലേ. അപ്പൊ അതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് നോൺ പെർമനന്റ് ആണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാണ്. എറ്റേണൽ അല്ല. അപ്പൊ അതേപോലെ തന്നെ എങ്ങനെ തണുപ്പും ചൂടും കാലങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ നമ്മളുടെ സുഖം ദുഃഖം വന്നു പോയിക്കൊണ്ടിരിക്കും. പെർമനന്റ് അല്ല. തണുപ്പ് കാലം കഴിഞ്ഞാൽ പിന്നെ ചൂട് കാലം കഴിഞ്ഞാൽ മഴക്കാലം കഴിഞ്ഞാൽ വീണ്ടും തണുപ്പ്. അങ്ങനെ ഈ സീസൺസ് മാറുന്നതനുസരിച്ച് നമ്മുടെ സുഖം ദുഃഖം വന്നും പോയിക്കൊണ്ടിരിക്കും. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഈ സുഖം ദുഃഖം? ദേ അറൈസ് ഫ്രം സെൻസ് പെർസെപ്ഷൻ. നമ്മളുടെ ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ അപ്പോൾ അനുഭവിക്കുന്ന ഇതാണ് ഈ സുഖവും ദുഃഖവും. ആക്ച്വലി സുഖം ദുഃഖവും അനുഭവിക്കുന്ന ആരാണ്? നമ്മുടെ ശരീരമാണോ, ആത്മാവാണോ, മനസ്സാണോ, ബുദ്ധിയാണോ, അല്ലെങ്കിൽ അഹങ്കാരമാണോ? ആരാണ് അനുഭവിക്കുന്നത്? ആക്ച്വലി ആത്മാവാണോ അതോ ഇന്ദ്രിയങ്ങൾ തന്നെ. ഇന്ദ്രിയങ്ങള്? അപ്പൊ എൻ്റെ കയ്യിലൊരു മുറി വന്നു, അതിലെനിക്ക് വേദന കയ്യിലാണ്, എൻ്റെ കാലിലല്ല. അല്ലേ? അപ്പോ ഏത് ഇന്ദ്രിയങ്ങളാണ്? അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്കൊരു മുറി വന്നാൽ ഏത് ഇന്ദ്രിയങ്ങളാണ് എൻ്റെ ആ വേദന അനുഭവിക്കുന്നത്? 5 ഇന്ദ്രിയങ്ങളിലെ ഏത് ഇന്ദ്രിയങ്ങളാണ്? എന്താ പ്രഭു പറഞ്ഞ? കയ്യിൽ മുറിവ് വന്നാൽ ഏത് ഇന്ദ്രിയ വേദനിക്കുന്ന? മാതാജി പറഞ്ഞു ഇന്ദ്രിയങ്ങളാണ് ഈ വേദന അനുഭവിക്കുന്നത്. കയ്യിലൊരു മുറി വന്നു, അത് ഓരോ പെർട്ടിക്കുലർ ഭാഗത്ത് വന്ന ആ പെർട്ടിക്കുലർ ഭാഗം തന്നെയല്ലേ വേദനിക്കുക? ഓക്കെ, വേദനിക്കാം. ഓക്കെ, സുജി മാതാജി എവിടെ വേദനിക്കും? മാതാജിയുടെ കയ്യിൽ ഒരു മുറി വന്നാൽ ആരാ അനുഭവപ്പെടുന്നത്? ആത്മാവാണോ, മനസ്സാണോ, ഫാൾസ് ഈഗോ ആണോ, ഇന്റലിജൻസ് ആണോ, അല്ലെങ്കിൽ ത്വക്കാണോ? ഏത് ഭാഗമാണ് വേദനിക്കുക? അവിടെയാണോ? ആത്മാവിന് ഒന്നും ബാധിക്കുന്നില്ല, മനസ്സിനെയാണ് എല്ലാതും ബാധിക്കുന്നത്. മനസ്സിനെ ബാധിക്കില്ല. മനസ്സിന് വലിയ പ്രയാസമാണ്. അപ്പൊ കയ്യിന് വേദന ഉണ്ടാവില്ല അല്ലെ? ഉണ്ടാവൂലോ. എല്ലാം കൂടി കുഴക്കല്ലേ? കയ്യില് മുറി വന്നാൽ കയ്യിന് വേദന ഉണ്ടാവില്ലേ? ഹരേ കൃഷ്ണ, ഞാനൊരു ആൻസർ പറയട്ടെ, തെറ്റാണോ അറിയില്ല. പറയും. കയ്യുമ്പോ മുറി വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അത് ബുദ്ധിനെ ഓർമ്മിപ്പിക്കും, പിന്നെ മനസ്സിനെ ആകെ ഡിസ്റ്റർബ് ആയിട്ട് കയ്യിന്റെ വേദന അറിയും. അവബോധം അങ്ങനെ കിടക്കില്ലേ? അൾട്ടിമേറ്റ്ലി അത്
അനുഭവിക്കുന്ന ആരാണ്? ബുദ്ധിയാണോ അപ്പൊ മാതാജി പറയുന്നത്? അല്ല, ഉം. ശരീരം തന്നെ. ശരീരം തന്നെ. സ്മിത മാതാജി എന്നാ പറയുന്നത്? ഹരേ കൃഷ്ണ പ്രഭു, എനിക്ക് തോന്നുന്നു മനസ്സും പിന്നെ ബോധം ഉള്ളതുകൊണ്ടല്ലേ ശരീരം. ഉം. ഒരാളെ എന്നെ ചീത്ത പറഞ്ഞു. ഓക്കെ, അപ്പൊ മുറിവ് പോട്ടെ, മുറിവ് ഫിസിക്കലാണ്. ഒരാളെ എന്നെ അനാവശ്യമായിട്ട് ചീത്ത പറഞ്ഞു, എനിക്ക് വേദന എവിടെ അനുഭവപ്പെടും? മനസ്സ്. മനസ്സ്. ബോധം ബോധമുള്ളതുകൊണ്ടല്ലേ നമുക്ക് തിരിച്ചറിയുന്നത്. അതെ, തീർച്ചയായിട്ടും. അതില്ലെങ്കിൽ അത് നമ്മുടെ ജഡമായി, അതായത് ആത്മാവില്ലെങ്കിൽ നമ്മൾ ജഡമായി അല്ലേ? അപ്പൊ എന്നെ ഒരാള് ഫിസിക്കലി ഹേർട്ട് ചെയ്യുന്നില്ല, മെന്റലി ഹേർട്ട് ചെയ്യാണ്. അനാവശ്യം പറഞ്ഞിട്ട്, ചീത്ത പറഞ്ഞിട്ട്, പഴി പറഞ്ഞിട്ട്. അപ്പൊ അത് എന്നെ ഇവിടെ ബാധിക്കും. എവിടെയാണ് എനിക്ക് അതില് ഒരു വിഷമം തോന്നുന്നത്? അത് നമ്മുടെ മിഥ്യാഹങ്കാരം. അഹങ്കാരത്തിന് ഒന്ന് ഇതാക്കുമ്പോ അപ്പൊ അത് എല്ലാതും മനസ്സിലാണ് എല്ലാതും ഇത് വരുന്നത്. ഒന്ന് പറയൂ, മനസ്സാണോ, മിഥ്യാഹങ്കാരാണോ, ബുദ്ധിയാണോ? എല്ലാം അഹങ്കാരത്തിന് തകർക്കുമ്പോ അതും മനസ്സിനേൽക്കുന്നു. ഇപ്പൊ എവിടെയും ശരീരത്തിന് എവിടെയും ആദ്യം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കൂ, ഏതാണ് മനസ്സാണോ മിഥ്യാഹങ്കാരാണോ? അത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കൂ. നിങ്ങളെ മനസ്സും പറയും, എന്താ പറയാ, ബുദ്ധിയും പറയും, മിഥ്യാഹങ്കാരം പറഞ്ഞു. അപ്പൊ ഞാൻ കൺഫ്യൂഷനായി. ഏതാണ്? ഒരു കാര്യം പറയൂ. എല്ലാവരും ഇൻവോൾവ് ആണ്, സമ്മതിച്ചു. ഇതെല്ലാം ഉണ്ട്, എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. പക്ഷേ നമ്മൾ ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആക്ച്വലി അനുഭവിക്കുന്ന ആരാണ്? നമ്മൾ ഫിസിക്കലായിട്ടാണെങ്കിലും ശരി, വെർബലി ആയിട്ടാണെങ്കിലും ശരി, ഇത് ആക്ച്വലി ബാധിക്കുന്നത് ആരെയാണ്? മനസ്സിനെയാണ്. മനസ്സിനാണ്. ഉറപ്പിച്ചോ? ലോക്ക് ചെയ്യട്ടെ? സ്മിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, എനിക്കും മനസ്സന്നെയാ വരണത് മനസ്സില്. അതെ, മംഗളമാതാജി. മനസ്സാണ് നമ്മുടെ ബന്ധു, മനസ്സാണ് നമ്മുടെ ശത്രു. അപ്പൊ മനസ്സിനെയാണ് എല്ലാതും ആദ്യം ബാധിക്കുന്നത്. മനസ്സാണ് ഏറ്റവും, മനഃഷ്ടാനി ഇന്ദ്രിയാനി എന്ന് ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ മനസ്സാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഇത്. അപ്പൊ അതിനെയാണ് നമ്മൾ നിയന്ത്രിക്കാൻ നമുക്ക് അറിയാത്തത്. മംഗളമാതാജി എന്താണ് പറയുന്നത്? മനസ്സ് തന്നെ. ഓക്കെ, സുജി മാതാജി. എന്താ പറയണ്ട, മനസ്സിനെ തന്നെയല്ലേ ബാധിക്കുന്നത്? മനസ്സിനെ തന്നെ. ഓക്കെ. അപ്പൊ എല്ലാവരും മനസ്സെന്ന് ഓർമ്മിച്ച് ലോക്ക് ചെയ്തു അല്ലേ? ഓക്കെ, ഞാനൊരു ഉദാഹരണം പറയാം. ഓക്കെ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അത് നമ്മള് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇഷ്ടമാണ്. എത്ര കിട്ടിയാലും പോരാ, വീണ്ടും അത്രയും ഇഷ്ടം ഒരു ഭക്ഷണം കഴിച്ചു കൊണ്ട് സമയത്ത് നമ്മളുടെ വേണ്ടപ്പെട്ട ഒരാള് വന്ന് പറയാണ്, നിങ്ങളുടെ വേണ്ടപ്പെട്ട വേറൊരാള് പോയി, നിത്തായ് ഗൗര ഹരിബോൾ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളോട് വന്ന് പറയാണ്, അത്രയും വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത് ന്യൂസ് കേട്ട ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ, ആ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ രുചി ഉണ്ടാവും നിങ്ങൾക്ക്? നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ അഥവാ അത് കഴിക്കുകയാണെങ്കിൽ അതേ രുചി ഈ ന്യൂസ് അനുഭവിച്ചിട്ടുണ്ടാവും? ഇല്ല, ഉണ്ടാവില്ല. കഴിക്കാൻ തോന്നൂല്ല. ആക്ച്വലി അവരെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതായത് സൗണ്ട് ബ്രേക്ക് ആവുന്നു. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇപ്പൊ ക്ലിയർ ആണോ?
ഹരിബോൾ. അല്ല ക്ലിയർ ആയിട്ടില്ല പ്രഭു. ഓ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. ക്ലിയർ എല്ലാവരും? അല്ല, അപ്പൊ ഇന്റർനെറ്റിന്റെ എന്തോ പ്രശ്നമാണ് ഇപ്പോ. ഞാൻ മൊബൈൽ ഹോട്ട്സ്പോട്ടിൽ കണക്ട് ചെയ്തതാ. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പ്രഭുജി. ഓക്കെ. ഹരിബോൾ. ഞാൻ പറഞ്ഞത്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ന്യൂസ് കിട്ടാണ്. നമ്മൾക്ക് വേണ്ടപ്പെട്ട, വളരെ ഇഷ്ടപ്പെട്ട, വളരെ അടുപ്പമുള്ള ഒരു ബന്ധു മരിച്ചുപോയി. അപ്പൊ അതേ ഭക്ഷണം നമ്മൾ ആ സമയം ന്യൂസ് അറിഞ്ഞ ശേഷം കഴിക്കുമ്പോൾ അതേ ടേസ്റ്റ് ഉണ്ടാവും, നമുക്ക് എൻജോയ്മെന്റ് ഉണ്ടാവോ? അപ്പൊ മുമ്പുണ്ട്, ഈ വിവരം അറിഞ്ഞ ശേഷമില്ല. കാരണം അപ്പൊ ആക്ച്വലി ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി നമ്മൾ നാവിലാണ് ആക്ച്വലി നമ്മൾ തോന്നുന്നത്. പക്ഷെ ഈ വിവരത്തിന് ശേഷം അതേ ഭക്ഷണം കഴിച്ചാലും നമുക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. കാരണം എവിടെയാണ് നമ്മുടെ ആക്ച്വലി എൻജോയിങ് ഫാക്ടർ മനസ്സിലാണ്. അതൊരു വയമീഡിയമാണ്. നമ്മുടെ നാവും സലൈവയും വായെല്ലാം കൂടി വയമീഡിയമാണ്. അതേപോലെ നമുക്ക് കയ്യിലൊരു മുറിവ് വന്നാൽ അത് പെയിന് അവിടെയാണ് സമയം ആക്ച്വലി അനുഭവിക്കുന്നത് മനസ്സിലാണ്. മനസ്സിനെ മരവിപ്പിച്ചാൽ ഇവിടെ വേദന ഉണ്ടാവില്ല. അനസ്തേഷ്യ തന്ന അല്ലേ? ഈ വേദന നമ്മൾ അനസ്തേഷ്യ തരുമ്പില്ല, നമുക്ക് വേദന അൺകോൺഷ്യസ് ആയി നമ്മുടെ മനസ്സില്ല. അപ്പൊ മനസ്സ് നമ്മുടെ ആക്റ്റീവ് ആയിട്ടല്ല, ജാഗ്രതയിലല്ല. അപ്പൊ ആക്ച്വലി ഇതൊരു ബയോമീഡിയം ആണെങ്കിലും കൂടി, ഒരു ഇന്റർമീഡിയറ്റ് ആണെങ്കിലും കൂടിയിട്ട് ആക്ച്വലി അനുഭവിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ഏതൊന്നും, ഈവൻ ഫിസിക്കലും മെന്റലും. അപ്പോ ഗ്രോസ് ലെവലില് നമുക്ക് ഫിസിക്കലി അനുഭവപ്പെടുന്നത് മാത്രം. ഇപ്പൊ കാലിലാണെങ്കിൽ വേദന. പക്ഷെ ഇത് ആക്ച്വലി ഫീൽ ചെയ്യുന്നത് മനസ്സിലാണ്, ഈ വേദന. ആ മനസ്സിന് നമ്മൾ, അതായത് ആ ഒരു കണക്ഷൻ വിടുകയാണെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവില്ല. അനസ്തേഷ്യ തന്ന പറഞ്ഞ് മനസ്സിലായോ? അപ്പോ ആക്ച്വലി മനസ്സാണ് സെന്റർ ഓഫ് ഓൾ ദ ഇന്ദ്രിയാസ്. അപ്പൊ നമ്മുടെ ഹാപ്പിനെസ്സും ഡിസ്ട്രെസ്സും ഇത് അനുഭവിക്കുന്ന കക്ഷി മനസ്സാണ്, വേറെ ആരുമല്ല. ക്ലിയർ ആയോ? അനസ്തേഷ്യയില് പ്രഭു ആ ഭാഗത്ത് ആ വേദന ആ ഭാഗത്തെ കുറയ്ക്കല്ലേ, നമ്മുടെ മനസ്സിനെയാണോ അവിടെ കുറയ്ക്കുന്നത്? അല്ല, ലോക്കൽ അനസ്തേഷ്യ ഉണ്ട്, പിന്നെ ഫുൾ ജനറൽ അനസ്തേഷ്യ ഉണ്ട്. അപ്പൊ ആ വേദന, അതായത് കണക്ഷൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നിന്നു അവിടെ. അത് ബ്രെയിനിലേക്കുള്ള പിന്നെ അത് ടെക്നിക്കലി സ്പീക്കിംഗ് ബ്രെയിനിലേക്ക് ആണെങ്കിലും കൂടിയിട്ട് മനസ്സും ഇതായിട്ട് ആ ഒരു കണക്ഷൻ വിട്ടു. പെയിൻ പോകുന്നില്ല, കമ്മ്യൂണിക്കേഷൻ കാണിച്ചാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ത്രൂ ആണല്ലോ ഇതെല്ലാം പോകുന്നത്. അതിന് ബ്രെയിനും ഒരു പാർട്ടാണ്, പക്ഷെ അനുഭവിക്കുന്നത് മനസ്സാണ്. വേറെ ആരുമല്ല. അപ്പൊ ഫിസിക്കലി നമ്മുടെ കയ്യിൽ പെയിൻ ഉണ്ടെങ്കിലും കൂടിയിട്ട് ആ ഫിസിക്കൽ പെയിന് അനുഭവിക്കുന്ന ആ എലിമെന്റ് എന്ന് പറഞ്ഞ മനസ്സാണ്. മനസ്സിനാണ് പെയിനും പ്ലഷറും എല്ലാം ഉള്ളത്. ക്ലിയർ? അതിനാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞു തന്നത്. ഓക്കെ, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭക്ഷണം ഈ ന്യൂസിന് ശേഷം കഴിക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റേ തോന്നില്ല, നമുക്ക് കഴിക്കാനേ തോന്നില്ല, ഒരു രുചിയില്ല, അല്ലേ? അല്ലെങ്കിൽ ഒരു മകൻ പരീക്ഷയിൽ തോറ്റുപോയി, നല്ല ഹൈ മാർക്ക് എക്സ്പെക്ട് ചെയ്തൊരു മകൻ പരീക്ഷയിൽ തോറ്റുപോയി. ആ വിവരം കിട്ടിയ ശേഷം നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന് രുചി ഉണ്ടാവില്ല. ഇതാണ്. അപ്പോൾ മനസ്സാണ് അതിൻ്റെ കേന്ദ്രബിന്ദു, സെൻട്രൽ ഫിഗർ. ബുദ്ധിയല്ല, അഹങ്കാരമല്ല. പക്ഷെ എന്താണ്
ആത്മാവിന് ആക്ച്വലി ചില ആൾക്കാർ പറയും ആത്മാവാണ്. ആത്മാവിന് ശ്യാമള മാതാജി പറഞ്ഞ പോലെ സച്ചിദാനന്ദമാണ്, അത് ന്യൂട്രലാണ്. പക്ഷെ അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അതായത് നമ്മൾ ശരീരമാകുന്നു എന്ന ഒരു കൺസെപ്ഷനിൽ തോന്നുന്നതാണ്. ഞാൻ അനുഭവിക്കുന്നു, ശരീരമായിട്ട് തെറ്റിദ്ധരിക്കുമ്പോൾ അത് ഫാൾസ് ഈഗോ. അപ്പോൾ അവിടെ ഫാൾസ് ഈഗോ വരും. ഫാൾസ് ഈഗോ ആണ് നമ്മളെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ ശരീരമാകുന്നു, ഇത് ഞാൻ ഇന്ത്യനാണ്, ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണ്, ഞാൻ പണക്കാരനാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ അക്കൗണ്ടന്റ് ആണ്. ഇതെല്ലാം ശരീരത്തിന്റെ ഉപാധികളാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമ്മളുടെ ആ ഒരു അറ്റാച്ച്മെന്റ്, നമ്മളുടെ ശരീരത്തിനോട് ബന്ധപ്പെട്ട എല്ലാ ഉപാധികളോടും നമുക്കൊരു കണക്ഷൻ വരുന്നു. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മളെ ബാധിപ്പിക്കും. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ആഫ്രിക്കയില് ഭൂചലനം 100 പേര് മരിച്ചു. ഞാനത് വായിച്ചു പോകും, എനിക്കൊന്നും തോന്നില്ല. ഇന്ത്യയിൽ ഭൂചലനം, ഇന്ത്യയിലോ എവിടെ? കേരളത്തിലോ? കേരളത്തിൽ എവിടെ? പാലക്കാട് നമ്മുടെ വല്ലവരുണ്ടോ അവിടെ? ഉടനെ നമുക്ക് ആ ക്യൂരിയോസിറ്റി, ആകാംക്ഷ കൂടി. കാരണം നമ്മളെ ബന്ധിക്കുന്നതാണത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുന്നു? എനിക്ക് ജനസ്യ മോഹോയം അഹം മമേതി. നമ്മളെ ഇല്യൂഷനാണ്. അപ്പൊ ഫാൾസ് ഈഗോ എന്താണ്? ഫാൾസ് ഈഗോ ആണ് നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുന്നത്. ഇത് ആത്മാവ് അഹങ്കാരം കാരണം ഞാനാണ് ശരീരം, ഈ കാണുന്നതെല്ലാം എനിക്ക് ആസ്വദിക്കാനാണ്, ഇതെല്ലാം എൻ്റെതാണ്, എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ വരുമ്പോഴാണ് ഞാൻ അനുഭവിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ പറയുന്ന അപ്പോൾ അവിടെ ആത്മാവാണ്. പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന കൂടി ഇത് ആക്ച്വലി അനുഭവിക്കുന്നത് മനസ്സാണ്. ഞാൻ പറയുമ്പോൾ എന്താ അറിയാ? ആത്മാവ് മിസ്കൺസെപ്ഷനിൽ അങ്ങനെ ചിന്തിക്കുന്നു മാത്രം. ഞാനാണ് അനുഭവിക്കുന്നത് ഉണ്ട്. എൻ്റെ ആത്മാവിന് മുറിയേറ്റു പറയില്ല നമ്മള്, എൻ്റെ ആത്മാവിനാണ് അത് തട്ടിയത്. അപ്പൊ എന്തെങ്കിലും നല്ലത് സംഭവിച്ചാലും എൻ്റെ ആത്മാവിനെയാണത്. ആത്മാവ് ന്യൂട്രലാണ്. ആത്മാവ് ഈ ഭൗതിക തലത്തിലെ ഒരു ദിനം ആക്ച്വലി അതിൻ്റെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനൊന്നും ബാധിക്കില്ല. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അതിനെ ബാധിക്കുന്നത്. മിസ്കൺസെപ്ഷൻ ഐഡിയ. കാരണം ആത്മാവ് സച്ചിദാനന്ദമാണ്. സച്ചിദാനന്ദമായിട്ടുള്ള ആത്മാവ് അസത്, അചിത്, നിരാനന്ദം എന്നുള്ള കൺസെപ്ഷനിൽ ഫാൾസ് ഈഗോ വരുമ്പോൾ അത് വിചാരിക്കുന്നു ഞാൻ ശരീരമാകുന്നു, ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ ഭർത്താവാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ ധനമാണ്, എൻ്റെ നാടാണ്. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ് ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് സുഭാഷ് ചന്ദ്രബോസ് വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങയുടെ മഠത്തിലുള്ള എല്ലാ ബ്രഹ്മചാരികളും ഞങ്ങൾക്ക് വിട്ടുതരണം. കാരണം വെച്ചാൽ ഫ്രീഡം മൂവ്മെന്റ് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുമല്ല, നിങ്ങളുടെ അടുത്ത് എത്ര സ്വത്തുണ്ടോ അതും ഞങ്ങൾക്ക് തരണം, ഇതിനു വേണ്ടിയിട്ട് ആവശ്യമുണ്ട്, നിങ്ങളുടെ സഹായ സഹകരണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു നയാ പൈസ എനിക്ക് തരില്ല, അതുമല്ല എൻ്റെ ആൾക്കാരും വിട്ടു തരില്ല. അവരോട് ചോദിച്ച് അവർക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, പക്ഷേ ഞാൻ ഇതിന് സമ്മതം തരില്ല. പിന്നെ അദ്ദേഹത്തിനോട് ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നു, കാരണം നിങ്ങളുടേത് നാഷണൽ, അതായത് പാട്രിയോട്ടിസം, നാഷണലിസം, ഞാൻ ഇന്ത്യനാണ്, എൻ്റെ രാജ്യമാണിത്, മറ്റത് വേറെ ആരുടെ രാജ്യമാണ്, അതുകൊണ്ട് അവർ എൻ്റെ ശത്രു, ഞാൻ അവരെ തോൽപ്പിച്ചിട്ട് എനിക്ക് സ്വാതന്ത്ര്യം മേടിക്കണം. ഇന്ത്യൻ എന്നുള്ളത് മാതൃഭൂമി, പാട്രിയോട്ടിസം, നാഷണലിസം. അപ്പോൾ ഈ ബ്രിട്ടീഷിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ള ആ ഭാവത്തോടു കൂടിയിട്ടാണ് അവരുടെ യുദ്ധം അല്ലേ? എനിക്ക് സ്വാതന്ത്ര്യം വേണം. അപ്പോൾ എപ്പോഴും സ്മരണ ബ്രിട്ടീഷ്, ഇംഗ്ലീഷ്, ലണ്ടൻ. അപ്പോൾ ആ മനോഭാവത്തിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ അടുത്ത ജന്മം നമ്മൾ ബ്രിട്ടനിൽ ജനിക്കും. ഭഗവാൻ പറയുന്നില്ല, യം വാപി സ്മരൺ ഭാവം ത്യജതന്തേ കലയവരം തം ഏവൈതി കൗന്ദയ തഥാ സദ്ഭാവ ഭാവിത. അപ്പൊ അതേപോലെ നമ്മൾ ഈ ഇത്രയും പാട്രിയോട്ടിസം, നാഷണലിസം പറഞ്ഞ ആൾക്കാരെ എവിടെ ജനിക്കും? ലണ്ടനിൽ. പിന്നെ അവരാരോടാ യുദ്ധം ചെയ്യുക? അതേ വ്യക്തി ഇന്ത്യക്കാരോട് യുദ്ധം ചെയ്യും. എവിടെ പോയി? ഇത്രയും കാലം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തു. അതേ വ്യക്തി അവിടെ ജനിച്ചപ്പോൾ ഇന്ത്യക്കാരോട് യുദ്ധം ചെയ്യുന്നു, അവരുടെ സൈഡിൽ നിന്നിട്ട്. അപ്പൊ ഇത്
ടെമ്പററി ആണ്. ഇത് വന്നും പോയിക്കൊണ്ടിരിക്കും, രാജാക്കന്മാർ വന്നും പോയിക്കൊണ്ടിരിക്കും, ഭരണം മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനെപ്പറ്റി വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിലല്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ ശ്രമിക്കേണ്ട എന്നല്ല പറഞ്ഞത്, അതിന് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ഇതിന് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ ശരീരത്തിന് ശാശ്വതമായിട്ടുള്ള സത്യനാരായണമായിട്ടുള്ള ആത്മാവിനെ എന്നേക്കുമായിട്ട് നമ്മൾക്ക് ഉദ്ധരിക്കാനുള്ള ആ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വിഘ്നം നിങ്ങൾ എടുത്തരുത്. അപ്പൊ ഇതേ കാര്യം പറഞ്ഞപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ലണ്ടനിൽ ജനിച്ച് ഇന്ത്യക്കാർക്ക് എഗൻസ്റ്റ് ആയിട്ട് യുദ്ധം തരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണു തുറന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിൽ ആൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ മഠത്തിൽ ചേരുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാനിത് ഈ സമയത്ത് എനിക്ക് നിർത്താൻ പറ്റില്ല, ഈ മൂവ്മെന്റ് INA. അതുകൊണ്ട് ക്ഷമിക്കണം, എനിക്ക് ഒരാളും വേണ്ട, നിങ്ങളുടെ ഇത് ചെയ്തോളൂ, നല്ല കാര്യം ചെയ്യുന്നത്. ഞാനും കൂടി ചേരുമായിരുന്നു, പക്ഷേ ഞാനത് ആൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, ഇത്രയും ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു, എനിക്ക് അതിന് പിന്മാറാൻ പറ്റില്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, കാരണം വെച്ചാൽ അദ്ദേഹത്തിന് സാധാരണ വ്യക്തിയല്ല സുഭാഷ് ചന്ദ്രബോസ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പ്രൈമറി ഇമ്പോർട്ടൻസ് രാഷ്ട്രവാദത്തിന് കൊടുത്തു എന്ന് മാത്രം. അതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പിയറൻസ് ആൻഡ് ഡിസപ്പിയറൻസ് ഓഫ് സമ്മർ ആൻഡ് സീസണെ പോലെയാണ് നമ്മളുടെ സുഖം ദുഃഖം വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് ദേ അറൈസ് ഫ്രം സെൻസ് പെർസെപ്ഷൻ. നമ്മുടെ സെൻസസ്, ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്. അപ്പൊ ഇതെല്ലാം സെൻട്രൽ പോയിന്റ് ആയിട്ടുള്ള മനസ്സിലൂടെയാണ് നമ്മളെല്ലാം ഇത് അനുഭവിക്കുന്നത്. ഓസിയൻ ഓഫ് ഭരത ആൻഡ് വൺ മസ്റ്റ് ലേൺ ടു ടോളറേറ്റ് ദം വിത്തൗട്ട് ബീങ് ഡിസ്റ്റർബ്. അപ്പൊ അതിനെ ടോളറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. സുഖത്തിനെയും ടോളറേറ്റ് ചെയ്യണം, ദുഃഖത്തിനെയും ടോളറേറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ദുഃഖം തീർച്ചയായിട്ടും ടോളറേറ്റ് ചെയ്യണം, സുഖത്തിനെയും ടോളറേറ്റ് ചെയ്യണം. കാരണം സുഖത്തിനെ ടോളറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ദുഃഖത്തിലേക്ക് ചെന്നെത്തിക്കും, അല്ലെ? എങ്ങനെ ദുഃഖത്തിലേക്ക് ചെന്നെത്തിക്കും? നമുക്ക് വളരെ സുഖം തോന്നുമ്പോൾ നമുക്ക് എല്ലാം ഹാപ്പി, ഓക്കെ, എനിക്ക് ധനമുണ്ട്, എനിക്ക് ബലമുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്, അതേപോലെ പേരും പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അഹങ്കാരം കൂടും. അഹങ്കാരം കൂടിയാൽ നമ്മൾ മറ്റുള്ള പറയുന്നത് കേൾക്കില്ല, നിയമങ്ങൾ പാലിക്കില്ല. അങ്ങനെ പാലിക്കാതിരുന്നാൽ വീണ്ടും അത് നമ്മളെ ദുഃഖത്തിൽ ചെന്നെത്തിക്കും. അതുകൊണ്ട് ഈവൻ നമ്മളുടെ സന്തോഷത്തിനെയും നമ്മൾ ടോളറേറ്റ് ചെയ്യണം. ടോളറേറ്റ് ചെയ്യെങ്കിൽ തലേ കയറും. ഞാൻ ധനവാനാണ്, എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് പ്രധാനമില്ല, അവരെ സപ്രസ് ചെയ്യാൻ പറ്റും, അവരെ ഒപ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ മനോഭാവത്തിൽ നമ്മൾ പാപകർമ്മങ്ങളിൽ ചെയ്യും. ആ പാപകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സന്തോഷത്തിനെയും ടോളറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സന്തോഷം വരുമ്പോൾ വല്ലാതെ നമ്മൾ ചാടിക്കളിക്കാതെ, ചാടിത്തുള്ളാതെ, സങ്കടം വരുമ്പോൾ വല്ലാണ്ട് അതിനെപ്പറ്റി ദുഃഖിക്കാതിരിക്കണം, ന്യൂട്രലായിട്ട് യൂക്യുപ്പോയ്സ് ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് ശാസ്ത്രത്തിൽ പറയുന്നത്, വിത്തൗട്ട് ബീങ് ഡിസ്റ്റർബ്. അപ്പൊ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. അപ്പൊ ഞാനും ആദ്യം വിചാരിച്ചത്, ഇതേ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. They arise from sense perception also of Varda, and one must learn to tolerate them without being disturbed. Them എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രെസ്. എനിക്ക് സംശയമായിരുന്നു. ഡിസ്ട്രെസ് തീർച്ചയായിട്ടും നമ്മൾ ടോളറേറ്റ് ചെയ്ത് പറ്റും, ഹാപ്പിനെസ്സിന് എന്തിനാണ് നമ്മൾ ടോളറേറ്റ് ചെയ്യുന്നത്? പിന്നീട് എനിക്ക് മനസ്സിലായി, അത് ഹാപ്പിനെസ്സും ടോളറേറ്റ് ചെയ്യണം. ആ ഹാപ്പിനെസ്സിന് നമ്മൾ മതിമറന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നീട് ഡിസ്ട്രെസ് വരുമ്പോൾ നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണിത് ഈ വേഴ്സ് പഠിപ്പിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഇനി ക്വസ്റ്റ്യൻസ് ഓർ കമന്റ്സ്? ഇവിടെ ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും മാത്രമേ മനുഷ്യന് മായാബന്ധനങ്ങളിൽ നിന്ന് മുക്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭു. യെസ്, ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും മാത്രം. കാണിച്ചാൽ ജ്ഞാനം എന്താണ്? ഞാൻ ഈ ശരീരമല്ല. ഭക്തി ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് രണ്ടും നമ്മളെ ഇതെന്ന് കരകയറ്റുള്ളൂ, ഇല്ലാതെ നമുക്ക് കരകയറാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ചാപ്റ്റർ 5 അല്ലേ? 5 അല്ലേ?
അഞ്ചിലെ നമ്പർ 23. 23. Okay, 23, 523. Bhagavad Gita as it is, 523. Saknoti haiva yasodham praksharira vimokshanath karma krodhodbhavam vegam sayukta sa sukhi nara. Saknoti haiva yasodham प्राक्शरीरा विमोक्षणात् काम क्रोधोद्भवम वेगम संयुक्ता सा सुखी नरा. Yes, Smita Mataji. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശക്നോതി ഹൈവ യസ്സോഢും പ്രാക്ശരീരാ വിമോക്ഷണാത് കാമക്രോധാദ്ഭവം വേഗം സയുക്ത സസുഖീ നരഃ. ഹരേ കൃഷ്ണ. Shyamala Mataji. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശാക്നോതി ഹൈവയാ സോഢും പ്രാക്ശരീരാ വിമോഷണാത് കാമക്രോധാദ്ഭവം വേഗം സായുക്ത സാ സുഖീ നരഃ. Mangala Mataji. ഹരേ കൃഷ്ണ പ്രഭുജി. Hare Krishna. ഓം നമോ ഭഗവതേ വാസുദേവായ. ശക്നോതി ഹൈവ യസ്സോഢും പ്രാക്ശരീര വിമോക്ഷണാത് കാമക്രോധാദ്ഭവം വേഗം സയുക്ത സ സുഖീ നരഃ. ഹരേ കൃഷ്ണ. Hari Bol. Suchi Mataji. Hare Krishna. Shaknoti haiva yasodhum praksharira vimokshanaat കാമക്രോധോത്ഭവം വേഗം സയുക്ത സസുഖീ നരാ. ഹരേ കൃഷ്ണ. Translation. ഈ ശരീരം ത്യജിക്കുന്നതിനു മുമ്പ് ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ആൾ നല്ല സ്ഥിതിയിൽ വർത്തിക്കുന്നു. അയാൾ ഈ ലോകത്തിൽ സന്തോഷവാനാണ്. ഹരേ കൃഷ്ണ. Okay, Hari Bol. Before giving up this body, if one is able to tolerate the urges of the material senses and check the force of desire and anger, he is well situated and is happy in this world. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ ജീവൻ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മളുടെ അർജസ് ത്വര ടോളറേറ്റ് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് മുക്തി കാണും. അത് എങ്ങനത്തെ ത്വര? മെറ്റീരിയൽ സെൻസസിന്റെ. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഡിസയർ ആൻഡ് ആങ്കർ അല്ലേ? കാമം, ക്രോധം. കാമക്രോധ ലോഭം ആണ് നരകത്തിലേക്കുള്ള ഡോറുകൾ. അപ്പൊ ഇത് രണ്ടും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് തിരിച്ചത് ഭഗവദ്ധാമിലേക്ക് പോകാൻ പറ്റും. ഇപ്പൊ നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനിൽ രൂപഗോസ്വാമി പറയുന്നുണ്ട്, വാചോ വേഗം, മനസാ ക്രോധവേഗം, ജീവാവേഗം, ഉദരോ അപഷ്ടവേഗം, ഏതാൻ വേഗാന്യോ വിഷഹേദീര സർവം അഭിമാം പ്രത്യം ശിഷ്യ. ഓക്കെ, അപ്പോൾ ഈ അർജസ്, ഈ ത്വരകളെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിൽ 3 എണ്ണം സ്ഥൂലമായിട്ടുള്ള, 3 എണ്ണം സൂക്ഷ്മമായിട്ടുള്ള ത്വരകളാണ്. ഓക്കെ, വാച സംസാരിക്കുക, പ്രജൽപ അല്ലെ, കാശി യാത്ര പോയി ഇവിടുന്ന് അവിടുത്തെ അറ്റം സംസാരിച്ചു, അവിടെ 10 ദിവസം ഉണ്ടായിരുന്നു, 10 ദിവസം സംസാരിച്ചു, തിരിച്ച് ഇവിടെ തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട് എത്തി, എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 മണിക്കൂർ സംസാരിച്ചു, എന്നിട്ട് പറഞ്ഞു ഇനി ബാക്കിയുള്ളത് ഫോണിൽ പറയാമെന്ന്. അല്ലേ? പ്രജൽപ എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല. ഇതാണ് നമ്മളുടേത്. അപ്പോൾ അതിന് സംസാരിക്കേണ്ടതെന്നല്ല പറയണത്, ടു ദ പോയിന്റ്, ആവശ്യത്തിന് മാത്രം. അനാവശ്യമായിട്ടുള്ള പ്രജൽപ്പം അത് പ്രശ്നത്തിലേക്ക് കൊണ്ടുവരുള്ളൂ. നരകത്തിലേക്ക് 2 വഴികൾ, 2 എണ്ണാണോ? കാമം ക്രോധം മാത്രമാണോ? ചിലയിടത്ത് 3 എണ്ണം പറയുന്നുണ്ട്. കാമക്രോധ ലോഭം. ലോഭം. ലോഭം എന്ന് പറഞ്ഞ മാത്സര്യ, ഗ്രീഡ്. ലോഭം എന്ന് പറഞ്ഞാൽ ഗ്രീഡ്, അത്യാഗ്രഹം. എത്ര കിട്ടിയാലും മതിയാവാത്ത അത്യാഗ്രഹം. ഓക്കെ, ലൗല്യം. ഓക്കെ, അപ്പോ നമ്മള് വാച, നമ്മുടെ സംസാരത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ആവശ്യത്തിന് സംസാരിക്കണം, സംസാരിക്കണം എന്നല്ല.
പക്ഷെ വിത്തൗട്ട് സ്പീക്കിംഗ് യു ക്യാൻ പ്രീച്ച് എന്ന് പറയുന്നുണ്ട്. നമ്മൾ വായ തുറക്കാതെ ഒന്നും സംസാരിക്കേണ്ട നമുക്ക് പ്രീച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇത് പറ്റുക മംഗളമാദേജി? വിത്തൗട്ട് ഓപ്പണിംഗ് യുവർ മൗത്ത് യു ക്യാൻ പ്രീച്ച്. ആചാരങ്ങള് ആചാര നമ്മളുടെ ബിഹേവിയറിലൂടെ, നമ്മളുടെ ആചരണത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് സംസാരിക്കുന്നു, എന്ത് കഴിക്കുന്നു, എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു, ഇത് മറ്റുള്ളവർ നമ്മൾ വീക്ഷിക്കും. അത് കണ്ടിട്ട് ഓ ഇദ്ദേഹത്തിന് ഇത്രയും ഒരു ഒരു സമനില, എല്ലാവരിനോടും എന്ത് പ്രശ്നം വന്നാലും അതിനെ ഉൾക്കൊള്ളാനും അതിനെ തരണം ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് ഇത് എവിടുന്ന് കിട്ടി, ഈ ശക്തി എവിടുന്ന് കിട്ടി അല്ലേ? അപ്പൊ നമ്മള് അത് കണ്ടിട്ട് നമ്മളും അങ്ങനെ ഈ ക്വാളിറ്റീസ് നമുക്ക് ഇംബൈബ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. അപ്പൊ അങ്ങനെ വിത്തൗട്ട് സ്പീക്കിംഗ് ഈവൺ എ വേർഡ്, ഒരു വാക്കും കൂടി പറയാതെ നമുക്ക് പ്രീച്ച് ചെയ്യാൻ പറ്റും ആചരണത്തിലൂടെ. അപ്പൊ അതുകൊണ്ട് പ്രജൽപ്പ നിർത്തുക. പ്രജൽപ്പ എന്ന് പറഞ്ഞാൽ വെറും സംസാരം മാത്രമല്ല. പ്രജൽപ്പ പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നത്, കേൾക്കുന്നത്, സംസാരിക്കുന്നത്, ഇതെല്ലാം പ്രജൽപ്പ എന്നുള്ളതിൽ ഉൾക്കൊള്ളും. നമ്മൾ കുറേ പുസ്തകങ്ങളും അതും ഇതൊക്കെ വായിക്കുക, അത് വായിക്കുക, ഇത് വായിക്കുക, പിന്നെ എല്ലാം കൂടി കൺഫ്യൂഷനായി എവിടെ എത്തില്ല. പ്രജൽപ്പ. പിന്നെ എനിക്ക് കുറേ ജ്ഞാനം കിട്ടണം, അതുകൊണ്ട് എല്ലാം വായിക്കുക, അതും പ്രജൽപ്പ. അതുകൊണ്ട് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ഭക്തിയിലേക്കല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളെ ജ്ഞാനം കിട്ടിയാൽ മാത്രം പോരാ, അത് വിജ്ഞാനമായിട്ട് മാറ്റണം. റിയലൈസ് നോളജ് ആക്കണമെങ്കിൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഫാക്ടർ, അതായത് ഈ പ്രജൽപ്പ എന്ന് പറയുന്നത് ഇത് നമ്മുടെ വെർബൽ സ്പീക്കിംഗ് നാവാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വാക്കുകൾ. അതിനെ നമ്മൾ ശരിക്കും നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഡിവോഷണൽ ആക്ടിവിറ്റി ആണെന്നുള്ള പേരിൽ പലതും ചെയ്യും. നമ്മളുടെ മനസ്സോട് പറയും ഇത് ഡിവോഷണൽ ആക്ടിവിറ്റി അല്ലേ, എനിക്ക് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടില്ല, ഞാൻ ആ പുസ്തകം വായിക്കും, ഈ പുസ്തകം വായിക്കും, എന്താ പറയുക, സിനിമ സ്റ്റാർസ് എഴുതിയിട്ടുള്ള പുസ്തകം വായിക്കും, സ്പോർട്സ് സ്റ്റാർസ് എഴുതിയിട്ടുള്ള പുസ്തകം വായിക്കും, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് എഴുതിയിട്ടുള്ള പുസ്തകം വായിക്കും. ഞാൻ വായിച്ച അറിവ് നേടല്ലേ. നമ്മുടെ മനസ്സിനോടനെ കൺവിൻസ് ചെയ്യും, മനസ്സിനെ തന്നെ കൺവിൻസ് ചെയ്യും അല്ലെ. മനഃശിക്ഷ, മനസ്സിന് ശിക്ഷണം കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ചില സമയത്ത് മനസ്സ് പറഞ്ഞ് വളരെ വളരെ കണ്ണിങ് ആണ് മനസ്സിനെ ഒരിക്കലും നമ്പിക്കാൻ പാടില്ല, പറയില്ല, നമ്പിക്കരുത്, വിശ്വസിക്കാൻ. മനസ്സ് ദ മോസ്റ്റ് മേഴ്സിലെസ് പേഴ്സൺ. ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ ഏറ്റവും മേഴ്സിലെസ്, ദയയില്ലാത്ത ഒരാളാണ് മനസ്സ്. കാരണം ഒന്നിന്റെ പിന്നാലെ ആ ആഗ്രഹങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഇത് വേണം, എനിക്ക് അത് വേണം, അത് ചോദിച്ചാൽ മറ്റത് വേണം. 10 കിട്ടിയാൽ 100 വേണം, 100 കിട്ടിയാൽ 1000 വേണം, 1000 കിട്ടിയാൽ 10,000, അങ്ങനെ പോകുന്നു. അപ്പൊ മനസ്സിനെ ആണ് ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതാണ് ഇവിടെ ആത്മാവിനെ ബന്ധിപ്പിച്ച് നിർത്തുന്നല്ലേ. അപ്പൊ അത് പറയും, അയ്യോ എനിക്ക് ശത്രു എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ് നമ്മുടെ ശത്രുവും ബന്ധുവും എന്ന് പറയുന്നത്. അതന്നെ, അതാണ് ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയത് ആത്മൈവ ഹി ആത്മനോ ബന്ധുർ ആത്മൈവ രുപരാത്മന. ബന്ധു റിപു, അതായത് ശത്രു എല്ലാം മനസ്സ് തന്നെയാണ്. ആ മനസ്സ് നമ്മളെ കൺവിൻസ് ചെയ്യും. നമ്മളെ വെച്ചാൽ നമ്മുടെ ഫാൾസ് ഈഗോനെ. എന്താ ഞാൻ തെറ്റിയത്, ഞാൻ ഒരു പുസ്തകം വായിക്കല്ലേ, ആ പുസ്തകത്തിൽ എന്തെല്ലാം നോളജ് ഉണ്ട്, എന്നിട്ട് പറയും ഞാൻ അതിൽ എനിക്ക് ആവശ്യമുള്ള മാത്രമേ എടുക്കുള്ളൂ, മറ്റത് ഞാൻ ത്യജിക്കും. പറ്റില്ല, നടക്കില്ല. നമ്മളത് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ കോൺഷ്യസ്നെസ് ബാധിക്കും. ഇപ്പൊ ഒരു നോവൽ വായിക്കാൻ വിചാരിക്കുക, നോവലിൽ നല്ലതുണ്ടാവും ചീത്തയുണ്ടാവും. നല്ല പോയിന്റ്സ്, നല്ല എഡ്യൂക്കേഷൻ ആയി നമുക്ക് വിദ്യ തരുന്ന പല പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു 90% അത് നമുക്ക് നല്ലതല്ല, 10% നല്ലതുണ്ട്. പക്ഷെ നമ്മള് ഈ 100% വായിക്കുമ്പോൾ 90% നല്ലതല്ലാത്ത അത് വായിക്കും. നമ്മളുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിനെ വളരെ സൂക്ഷ്മ തലത്തിൽ അത് ബാധിക്കും, അതവിടെ കിടക്കും. എന്നിട്ട് പറയും എനിക്കൊന്നുമില്ല, എന്നെ ആന വന്നും കുളിക്കാലും ഞാൻ ഇളകില്ല, അതൊന്നും ഞാൻ എടുക്കില്ല, മറ്റേ 10% മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ സംഭവിക്കുമോ? ഇല്ല.
വളരെ സൂക്ഷ്മതലത്തിൽ നമ്മളുടെ ആ വായിച്ചത് നമ്മളെ ബാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എന്താണോ കൃഷ്ണ കോൺഷ്യസ്നെസ്സിന് ഫേവറബിൾ ആയിട്ടുള്ള അത് മാത്രം വായിക്കുക. മറ്റത് നമ്മുടെ മനസ്സിനെ അജിറ്റേറ്റ് ചെയ്യും. ഓരോ വാർത്ത കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിനെ എജിറ്റേറ്റ് ചെയ്യുന്നില്ലേ? എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. അതായത് പൊളിറ്റിക്കലി ഇവിടെ നടക്കുന്ന ചില കാര്യം നമ്മുടെ സമുദായത്തിനോട് കാണിക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ ആ ഒരു വിവേചന നയങ്ങളില്ലേ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ അതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ എത്ര പറഞ്ഞാലും ശരിയായി അതൊന്നും ബാധിക്കില്ല, ഞാൻ അതിനൊന്നും മൈൻഡില്ല പറഞ്ഞ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രജൽപ്പ എന്ന് വായന മാത്രമല്ല, കേൾക്കൽ മാത്രമല്ല, ഇതെല്ലാം ഇതിൽ പെടും പ്രജൽപ്പ. അപ്പൊ അതുകൊണ്ട് നാവിനെ നിയന്ത്രിക്കുക. എന്നാൽ ചില ആൾക്കാർ പറയും ഞാൻ മൗനവ്രതം എടുക്കാം, അത് പാടില്ല. ഭഗവാൻ നമുക്ക് നാവ് തന്നിട്ടുണ്ടത് അതിനെ നമ്മളുടെ നാമം ജപിക്കാനും ഈ നാമത്തിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പൊ ആ നാവ് എന്നുള്ള ഫാക്കൽറ്റി നമ്മൾ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മൾ ഭഗവാനോട് ചെയ്യുന്ന ക്രൂരതയാണ്. മൗനം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് സംസാരിക്കാതിരിക്കുക, അതാണ് മൗനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വാച്ചോ വേഗം ഇവിടെ മനസ്സാ പറയുന്നത്. മനസ്സ് പറയുന്ന ഫ്ലിക്കറിങ്, അക്സെപ്റ്റിംഗ് ആൻഡ് റിജക്റ്റിംഗ്, സങ്കല്പ വികല്പ, തിങ്കിങ് വില്ലിങ് ഫീലിംഗ്, ഇതൊക്കെ മനസ്സിന്റെ ആ ഒരു ഫങ്ഷൻസ്. അപ്പൊ അതിങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അതിനെ കൺട്രോൾ ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് വഴിയുണ്ട്. നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മൾ മന്ത്രം ചൊല്ലാം, പ്രസാദം കഴിക്കാം, ഒക്കെ ചെയ്യാം, അല്ലെ? മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ അതിന്റെ നല്ല നിലയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, സമനിലയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മന്ത്രം ചൊല്ലാം. വാചോവേഗം, ക്രോധ, അതായത് ദേഷ്യം. ചില ആൾക്കാർക്ക് മൂക്കിന്റെ തുമ്പത്ത ദേഷ്യം പറയും, തൊട്ടേനും പിടിച്ചെനക്ക് ദേഷ്യം, അല്ലെ? എന്താണ് കാരണം? നമ്മൾ ആഗ്രഹിക്കുന്നത് സാധിച്ചില്ലെങ്കിൽ അപ്പൊ ദേഷ്യം. ഒരു വീട്ടില് 10 പേരുണ്ട്, 10 പേരിൽ 10 അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ കാരണവരാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച് നടന്നില്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ എനിക്ക് ദേഷ്യം. അത് പിന്നെ ഓരോരുത്തർക്കും. അപ്പോൾ എന്താണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്ത് സാക്രിഫൈസ് ചെയ്യാൻ പറ്റും, എന്തിനെ ആരും അതായത് ഇലയ്ക്കും ഉള്ളിനും കേടുകൂടാതെ എങ്ങനെ അതിന് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, അങ്ങനെ നമ്മൾ ചെയ്യണം. അതേസമയം നമ്മളുടെ ആദർശങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാനും പാടില്ല. സോ ഇറ്റ്സ് എ ബിഗ് ആർട്ട്, അത്ര ഈസി അല്ല, അല്ലേ? അപ്പോൾ ആ ക്രോധത്തിനെയും നമുക്ക് ഭഗവാന്റെ സർവീസിൽ ഉപയോഗിക്കാം. എങ്ങനെ? ഹനുമാൻ തൻ്റെ ക്രോധത്തെ ലങ്കാദഹനം ചെയ്തിട്ട് ഭഗവാനെ പ്ലീസ് ചെയ്തു, ഭഗവാനെ പ്രീതിപ്പെടുത്തി. സോ ഇത് മൂന്നെണ്ണം എന്താണ്? സട്ടിലാണ്, വളരെ സട്ടിലായിട്ടാണ്. ഓക്കെ, വാക്ക് സംസാരിക്കല് സട്ടിലാണ്, ഗ്രോസ് അല്ല. ഓക്കെ, ആഗ്രഹങ്ങള് സട്ടിലാണ്, ഗ്രോസ് അല്ല. ദേഷ്യം അതും ഗ്രോസ് അല്ല. ഇപ്പോൾ വാച്ചോ വേഗം, മനസ്സാക്രോധം, ജിഹ്വ. ഇവിടെ ജിഹ്വ എന്ന് പറഞ്ഞാൽ അത് നാവനെയാണ്, പക്ഷെ അത് ഭക്ഷണം കഴിക്കാൻ, അത് ഗ്രോസ് ആണ്. അപ്പൊ ഭക്ഷണത്തില് മിതമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം. തമോ ഗുണത്തിലും രജോ ഗുണത്തിലുള്ള ഭക്ഷണം അവോയ്ഡ് ചെയ്യണം. കാരണം തമോ ഗുണത്തിലും രജോ ഗുണത്തിലുള്ള ഭക്ഷണം എന്തായി നമ്മളുടെ മനസ്സിനെ അത് എജിറ്റേറ്റ് ചെയ്യും. മനസ്സിനെ എജിറ്റേറ്റ് ചെയ്താൽ നമ്മുടെ മനസ്സ് അങ്ങനത്തെ പ്രവൃത്തിയിൽ ഏർപ്പെടും. തമോ ഗുണത്തിലും രജോ ഗുണത്തിലും നമ്മളെ ഓരോ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീണ്ടും ഇവിടെ ബന്ധിപ്പിക്കും. അപ്പൊ അവിടെ ജീവ എന്ന് പറഞ്ഞാൽ അത് സ്ഥൂലമായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഉദര, എഗെയിൻ അതും ഭക്ഷണം നമ്മുടെ, അതായത് ഇവിടുത്തെ കഴിക്കാൻ പറ്റില്ല, മൂക്കറ്റം കഴിക്കാന്ന് പറഞ്ഞു. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വയറ് പറഞ്ഞു മതി എന്ന്, എന്നാലും കഴിച്ചുകൊണ്ടിരിക്കും. തമാശ പറയാറുണ്ട്, ഒരാള് ഈ വട സാമ്പാർ ഭയങ്കര ഇഷ്ടമാത്രേ. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, ഇനിയും കൊണ്ടുവരൂ. അപ്പൊ അദ്ദേഹത്തിന് ഇവിടുത്തെ എത്തിയിട്ടുണ്ട്, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അടുത്തുള്ള ഇരിക്കണ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുണ്ട്, ആ 2 വിരൽ വായിലിട്ട് ഛർദ്ദിച്ചിട്ട് വീണ്ടും കഴിച്ചുകൂടെ? അപ്പൊ അയാൾ പറഞ്ഞു, ആ 2 വിരലിലാണ് സ്ഥലമില്ലെന്ന്. വായല് 2 വിരലിലാണ് സ്ഥലമില്ലാന്ന് പറഞ്ഞേ. എന്നാ 2 വടയും കൂടി കഴിച്ചിരുന്നത്. അപ്പൊ അത്
അപ്പൊ ജിഹ്വ, പിന്നെ ഉദരം, രണ്ടും റിലേറ്റഡ് ആണ്. അപസ്ഥം പറഞ്ഞാൽ ജനൈറ്റൽ. അപ്പോ സ്ത്രീ പുരുഷ ബന്ധം, അത് ഓവറായിട്ട് ഇൻഡൽജ് ചെയ്യുക. അപ്പൊ ഇതെല്ലാം ഇവിടെ നമ്മളെ ബന്ധിപ്പിക്കുന്നു. ഇതാണ് പറയുന്നത്. അപ്പൊ ഈ 6 അർജസ്, ത്വരകള് നമ്മുടെ വേണ്ടുന്ന വിധത്തില് അതിനെ റെഗുലേറ്റ് ചെയ്ത്, ഇത് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ എന്താണ്, ഇതിനെ റെഗുലേറ്റ് ചെയ്യണം. നമുക്ക് റെഗുലേറ്റ് ചെയ്യാനും പറ്റും. നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് വിട്ടു നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എത്രയോ ജന്മം കൊണ്ട് ഇത് ചെയ്തു വരുന്നതാണ്. സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾ അതിനെ റെഗുലേറ്റ് ചെയ്ത് നമ്മളുടെ അധീനത്തിൽ വരണം, നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരിക. അങ്ങനെ ആർക്ക് ഈ മരണത്തിന് മുമ്പ്, ഈ ജീവൻ വെടിയുന്നതിന് മുമ്പ് ഇത് ആർക്ക് ചെയ്യാൻ പറ്റി? Before giving up this material body, this present body, if one is able to tolerate the urges of material senses and check the force of desire and anger, ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി, then എന്തായി, ഈസ് വെൽ സിറ്റുവേറ്റഡ് ആൻഡ് ഈസ് ഹാപ്പി ഇൻ ദിസ് വേൾഡ്. തീർച്ചയായിട്ടും എപ്പോഴും ഏത് സിറ്റുവേഷനിലും നമുക്ക് സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈവൻ നമുക്കൊരു ക്ലേശങ്ങൾ വന്നാലും അത് നമ്മളെ ബാധിക്കില്ല. ക്ലേശങ്ങൾ വരുന്നില്ല എന്ന് പറയില്ല, വരും. പക്ഷെ നമ്മളുടെ ആ മെന്റൽ ഈക്വലിബ്രിയം അതിനെ നശിപ്പിക്കില്ല, അതിനെ ബാധിക്കില്ല. അതാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ ത്വരകൾ, അർജസ് എന്ന് പറഞ്ഞാൽ, ത്വര എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി മീനിങ്? ആഗ്രഹമാണോ പ്രഭു? പറയും ആഗ്രഹം എന്ന് പറയാം ജനറലി. പക്ഷെ ആക്ച്വലി അതിന്റെ ഇൻഡെപ്ത് മീനിങ് എന്താണ്, ശരിക്ക് ആന്തരികമായിട്ടുള്ള മീനിങ് എന്താണ്, അർത്ഥം എന്താണ്? ആസക്തി. ആസക്തി. അതെ, അല്ല, അതൊക്കെ സിനോണിംസ് ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നതല്ല. എക്സാക്ട്ലി എന്താണ് ത്വര? ഏർജ് മീൻ അർജന്റ്. ത്വര അതെ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഇപ്പൊ ചെയ്യണം, ഇപ്പൊ ഒരു ആഗ്രഹമാണ്, ഐ വാണ്ട് ടു ഡു ഇറ്റ് റൈറ്റ് നൗ. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് അർജ്. അങ്ങനത്തെ ആഗ്രഹം. എങ്ങനത്തെ ആഗ്രഹം? എനിക്ക് ഒരു മില്യനർ ആവണം. ഓക്കെ, അത് ഇപ്പം ചെയ്യാന്നില്ല. എനിക്ക് 10 കൊല്ലത്തിന്റെ സമയമുണ്ട്. ആ 10 കൊല്ലത്തിനുള്ളിൽ എനിക്കൊരു മില്യനർ ആണ്. അല്ലെങ്കിൽ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ എനിക്കൊരു മെഴ്സിഡീസ് കാർ വേണം. അല്ലെങ്കിൽ ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ എനിക്കൊരു ബംഗ്ലോ വേണം. ഇതൊക്കെ സമയമുണ്ട്. അർജല്ല അത് ഡിസയറാണ്. അത് മാതാജി പറഞ്ഞ പോലെ ആഗ്രഹം. ആഗ്രഹത്തിന് നമ്മൾ 10 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം, 1 മാസം, 2 മാസം സമയം കൊടുക്കാം. പക്ഷെ ഇത് ഏർജ് പറഞ്ഞാൽ, ത്വര എന്ന് പറഞ്ഞാൽ, ഐ വാണ്ട് ടു ഡു ഇറ്റ് റൈറ്റ് നൗ. ഇപ്പൊ എനിക്ക് സാധിക്കണം, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അർജ്. അതാണ് ഈ ഇന്ദ്രിയങ്ങൾ നമുക്ക് തരുന്നത്. നാവും കണ്ണും മൂക്കും ചെവിയും, ഇതൊക്കെ urge to indulge, urge to hear, urge to speak, urge to enjoy. I want to do it right now. ഇപ്പൊ ചെയ്യണം. ഇതാണ് അർജ്. ഇതാണ് ത്വര എന്ന് പറയുന്നത്. അതിനെ ചെക്ക് ചെയ്യാൻ ആർക്ക് സാധിച്ചു? അവർ രക്ഷപ്പെട്ടു. അവരെ ദുഃഖം സ്പർശിക്കില്ല. ദുഃഖം വന്നാലും ശരി, എപ്പോഴും ദേ വിൽ ബി ഓൾവേസ് ഹാപ്പി. നമ്മുടെ അബുദാബിയിൽ ഒരു ഭക്തനുണ്ടായിരുന്നു, ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം നല്ലൊരു ജോലിയിലൊക്കെ വളരെ മിടുക്കനാണ്. ഇപ്പൊ എന്ത് ജോലി കൊടുത്താലും അത് പെട്ടെന്ന് അദ്ദേഹം അത് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം, അയാളുടെ ജോലി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം നാമം ജപിക്കും, ഓഫീസിൽ ഇരുന്നിട്ട് ഭഗവത്ഗീത വായിക്കും, ഭാഗവതം വായിക്കും. ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര അസൂയ, കൊളീഗ്സിന്. മറ്റുള്ള മതസ്ഥരുണ്ടായിരുന്നു. അപ്പൊ അവരെന്നിട്ട് ചെന്നിട്ട് മാനേജറോട് ചെന്ന് മൂട്ടിക്കൊടുക്കും, ഇയാൾ ഒരു ജോലിയും ചെയ്യുന്നില്ല, ഒക്കെ എപ്പോഴും അയാളുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മാനേജർ ഇദ്ദേഹത്തിനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. കാരണം വെച്ചാൽ ഓഫീസിലൊന്നും പാടില്ലല്ലോ. പക്ഷെ അയാളുടെ ജോലിയിൽ പെർഫെക്റ്റാ, എന്ത് ജോലി കൊടുത്താലും അയാൾ ചെയ്യും. അത് വളരെ നന്നായിട്ട് ചെയ്യും. മറ്റുള്ളവരൊക്കെ ഉഴപ്പും ചെയ്യും. പക്ഷെ ഇത്ര അയാൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും കൂടി ജോലിയിൽ പെർഫെക്റ്റ്. മാനേജർക്ക് സംതൃപ്തിയായിപ്പോ അയാൾ വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ. അപ്പൊ ഇവർക്ക് അസൂയ കൊണ്ട് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ അദ്ദേഹത്തിന്റെ തന്റെ ഇമ്മീഡിയറ്റ് മാനേജർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അയാൾക്ക് സന്തോഷം, കാരണം എല്ലാം നന്നായി. അപ്പൊ അതിന്റെ മീതുള്ള മാനേജറോട് ഇവിടെ ചെന്ന് കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അയാൾ അങ്ങനെ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല. അപ്പോൾ അയാൾക്ക് നോട്ടീസ് കൊടുത്തു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട് പറഞ്ഞിട്ട്.
അപ്പോൾ അയാൾ വളരെ സന്തോഷമായിട്ട് കുഴപ്പമില്ല നിങ്ങൾ പിരിച്ചുവിട്ടുള്ളൂ, എനിക്ക് സന്തോഷമാണ്. അപ്പോഴും ആ ന്യൂസ് കേട്ടിട്ടും അയാളുടെ ഭയങ്കര സന്തോഷമാണ്, ഒരു പ്രതികരണമില്ല. ഇവർ വിചാരിച്ചു ഓ ഇയാൾക്ക് ഭയങ്കര എന്താ പറയുക ഇത് വരും പേടി, അതായത് ജോലി പോവല്ലേ വിഷമാവും. അയാളുടെ മുഖത്ത് ഒരു വിഷമവും ഇല്ല. ഭഗവാൻ ഇച്ഛിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി അല്ലെങ്കിൽ വേറെ കമ്പനി, എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് ജോലി അറിയാം. ഭഗവാൻ എനിക്ക് ജോലി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതായി കമ്പനിയാണ് വേറെ. അപ്പൊ അയാള് ബിന്ദാസായിട്ട് വളരെ ഹാപ്പി ആയിട്ട് നടക്കുമ്പോൾ അപ്പോഴും അവർക്ക് ഈ ഇത്രയൊക്കെ ന്യൂസ് കൊടുത്തും ജോലി പോകുമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് സങ്കടം വരുന്നില്ലല്ലോ എന്ന് മറ്റുള്ളവർക്ക് സങ്കടം. എന്നിട്ട് പിന്നെ അയാളെ പിരിച്ചുവിട്ടു. പിരിച്ചു വിട്ടിട്ട് ഒരു പ്രൊജക്ട് വന്നപ്പോ ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല. തിരിച്ച് അയാളെ വിളിച്ചു. തിരിച്ചു വിളിച്ചിട്ട് അയാൾക്ക് വീണ്ടും ജോലി കൊടുത്തു. അപ്പൊ വീണ്ടും അവർക്ക് ദേഷ്യം കാണിച്ച് ഇയാളെ പിരിച്ചിട്ട് വീണ്ടും തിരിച്ചെടുത്തുള്ളൂ എന്ന് ഈ കംപ്ലൈന്റ് ചെയ്ത ആൾക്കാർക്ക് വളരെ മോശമായി. അയാൾ അപ്പോഴും ഓക്കെ അയാൾ പിരിച്ചു, എന്റെ ജോലി ആവശ്യമുണ്ട്, അയാൾ വീണ്ടും ചെന്ന് ജോലി ചെയ്തു. പിന്നെ 6 മാസം കഴിഞ്ഞ് അയാൾ സ്വന്തം റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തിട്ട് അയാൾ പോയി. ഇപ്പോൾ ഒറീസയിൽ ഒരു ഇതിൻ്റെ ടെമ്പിൾ പ്രസിഡന്റാണ്. നന്നായിട്ട് പ്രീച്ചിങ് ചെയ്യുന്നു, ഒന്നാന്തരം പ്രീച്ചിങ്, വലിയ സെറ്റപ്പാക്കി കുറേ ഡിവോട്ടീസിനെ കൾട്ടിവേറ്റ് ചെയ്തോടെ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡിവോട്ടിയാണ്, നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഡിവോട്ടി, ടെമ്പിൾ പ്രസിഡന്റ് അവിടെ. ആലോചിച്ച് നോക്കൂ, ഇതാണ് ഭഗവാൻ എന്താണോ ആ ഭഗവാനിന് പൂർണ്ണ സമർപ്പണം. ഈ പൂർണ്ണ സമർപ്പണം ഉണ്ടെങ്കിൽ നമ്മളെ എന്ത് തന്നെ സിറ്റുവേഷനിൽ കൊണ്ടിട്ടാലും നമ്മളെ അത് ബാധിക്കില്ല എന്ന് പറയുന്നത് ഒരു ലിവിങ് എക്സാമ്പിൾ ആണത്. ഈസ് ഡൂയിങ് വെരി നൈസ്ലി. സോറോ എന്നുള്ള സ്ഥലത്ത് ഒറീസയിൽ ഒരു ടെമ്പിളാണ്, അതിൻ്റെ പ്രസിഡന്റ് ബ്രഹ്മചാരിയാണ്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. The purport: if one wants to make steady progress on the path of self-realization, he must try to control the forces of material senses. അപ്പൊ നമുക്ക് ആധ്യാത്മിക തലത്തിൽ ഒരു ഉന്നമനം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആ സെൻസസിനെ, ഇന്ദ്രിയങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യണം. There are the forces of talk, forces of anger, forces of mind, forces of stomach, forces of genitals and forces of tongue. ഇതന്നെ ഈ ശ്ലോകം തന്നെ ഞാൻ പറഞ്ഞത്. വാചോവേഗം, മനസാക്ഷോധവേഗം, ജീവാവേഗം, ഉദരോപസ്ഥവേഗം, ഈ ഫോഴ്സസ്, ഈ അർജസ്. നെക്ടർ ഓഫ് ഇൻസെക്ഷനിലെ നമ്മളുടെ രൂപഗോസ്വാമി നമുക്ക് പറഞ്ഞു തന്നു. സോ വൺ ഹു ഈസ് ഏബിൾ ടു കൺട്രോൾ ദ ഫോഴ്സസ് ഓഫ് ഓൾ ദീസ് ഡിഫറെന്റ് സെൻസസ് ആൻഡ് ദ മൈൻഡ് ഈസ് കോൾഡ് ഗോസ്വാമി. അങ്ങനെ ആർക്കാണോ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിനെ എന്ത് പറയും? ഗോസ്വാമി. സ്വാമി, ഗോ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ സ്വാമി. നമ്മൾ പറയുന്നില്ല ഞാൻ ഗോദാസൻ, ഇന്ദ്രിയങ്ങളുടെ ദാസൻ. കാരണം എനിക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഏത് കാറ്റഗറിയിൽപ്പെടും? ഗോദാസൻ. പക്ഷെ ഇതിനെ ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? അവർ ഗോസ്വാമി അല്ലെങ്കിൽ ഗോസ്വാമിനി. Okay, so or Swami, such Goswamis live strictly controlled lives and forgo altogether the forces of senses. Material desires when unsatiated. Okay, unsatiated എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മതിയാവാത്ത ഒരവസ്ഥ. ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ, എനിക്ക് നല്ല ധനവാനാവണം, നല്ല പേരും പ്രശസ്തിയും വേണം, ഓക്കെ, ബലവാനാവണം, ജ്ഞാനവാനാവണം, ഇതെല്ലാം മെറ്റീരിയൽ ഇതാണ്, ഡിസൈർസ് ആണ്. അൺസേഷ്യേറ്റഡ്, ജനറേറ്റ് ആങ്കർ, അതായത് നമ്മളുടെ ആഗ്രഹങ്ങൾ അത് നടന്നിട്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് എന്താണ് നമ്മളെ അറ്റാക്ക് ചെയ്യാറാണ്? കോപം. ഉടനെ കോപം. ഞാൻ വിചാരിച്ച പോലെ നടക്കണം, ഞാൻ ഇവിടുത്തെ മാനേജറല്ലേ, ഞാൻ ഇവിടുത്തെ അധികാരിയല്ലേ, എന്തുകൊണ്ട് ഞാൻ വിചാരിച്ച പോലെ നടക്കുന്നില്ല? അപ്പോൾ ഉടനെ വന്നു കോപം. And thus the mind, eyes and chest become agitated. നമ്മളുടെ എല്ലാം ഇന്ദ്രിയങ്ങളും അജിറ്റേറ്റ് ആവും. അജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? പ്രക്ഷോഭം. അല്ല, മലയാളത്തില് സുജി മാതാജി, പ്രക്ഷുബ്ധരാവേ അല്ലേ നമ്മള്? മാതാജി മ്യൂട്ടാ.
പ്രക്ഷുബ്ധരാവനല്ലേ എനിക്ക് തോന്നുന്നു അതാണ്. So therefore one must practice to control them before one gives up this material body. നമ്മള് ഈ ദേഹം വെടിയുന്നതിന് മുമ്പേ നമ്മള് ഇത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. One who can do this is understood to be self-realized and is thus happy in the state of self-realization. It is the duty of the transcendentalist to try to strenuously to control desire and anger, especially ആഗ്രഹങ്ങളും ദേഷ്യവും. ഇത് രണ്ടും നമ്മൾ കൺട്രോൾ പ്രധാനപ്പെട്ട, അല്ലാണ്ട് 6 ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഈ 2 ചൂണ്ടിക്കാണിക്കുന്നത് മാത്രം. കാരണം എല്ലാം ലിങ്ക്ഡ് ആണ്. ഓക്കെ, നമ്മളെ ആഗ്രഹം കാരണമാണ് ബാക്കിയെല്ലാം വരുന്നത്. ആഗ്രഹമാണല്ലോ ഇതെല്ലാം, ബാക്കി കാര്യങ്ങളെല്ലാം 1 by 1 ആയിട്ട് വരുന്നത്. അപ്പോൾ ആഗ്രഹങ്ങളെ സബലീകരിക്കാണ്ട് വരുമ്പോൾ ദേഷ്യം വന്നാൽ പിന്നെ അതിന്റെ നാശം. ക്രോധാത് ഭവതി സമോഹ, സമോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി, ഭഗവാൻ പറയും. അപ്പോൾ ആഗ്രഹങ്ങൾ സബലീകരിച്ചില്ലെങ്കിൽ ക്രോധത്തിനാണ് ബാക്കിയെല്ലാം വരുന്നത്. അപ്പൊ അത് രണ്ടും പ്രധാനപ്പെട്ട 2 അർജസ് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് സെൽഫ് റിയലൈസേഷൻ, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് വളരെ എളുപ്പമായിട്ട് തീരും അത്. അടുത്ത ശ്ലോകം 24 അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय. हाय गो प्रेमानंदे. हरि हरि. हरे कृष्णा.